ജനം TV ഇടപെടൽ ഫലം കണ്ടു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ GST കൊള്ളയ്ക്ക് പൂട്ട്. കർക്കിടകവാവ് പൂജാരിമാരിൽ നിന്നും ബലിത്തറകൾക്ക് വേണ്ടി അനധികൃതമായി ഈടാക്കിയ 18% GST പിൻവലിച്ചു. റെസിപ്റ്റുമായി എത്തുന്ന പൂജാരിമാർക്ക് പണം തിരികെ നൽകുമെന്ന് വർക്കല ദേവസ്വം അറിയിച്ചു. ജനം TV വാർത്തയെ തുടർന്ന് ദേവസ്വം പ്രസിഡന്റ് K. ജയകുമാർ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ജനം ബിഗ് ഇമ്പാക്ട്. കർക്കിടകവാവിന് പുരോഹിതർക്ക് ബലിത്തറ അനുവദിച്ച് നൽകിയതിലാണ് വർക്കല ദേവസ്വം ബോർഡ് ക്രമക്കേട് കാട്ടിയത്. ഓരോ പുരോഹിതരിൽ നിന്നും 18% GST ഇനത്തിൽ വലിയ തുക കൈപ്പറ്റുകയായിരുന്നു. ബില്ലിൽ കൃത്യമായ GST നമ്പറും സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും രേഖപ്പെടുത്താതെയായിരുന്നു ദേവസ്വം ബോർഡിന്റെ തീവെട്ടിക്കൊള്ള. GST ബില്ല് സഹിതം ജനം TV വാർത്തയാക്കുകയും ദേവസ്വം പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. വർക്കല ദേവസ്വത്തിന്റെയാണ്. വർക്കല ലേലത്തിന്റെ ബലിത്തറ ലേലമല്ല, ബലിത്തറകൾ ഓരോ തന്ത്രിയും എടുക്കുകയാണ്. 6000 രൂപയാണ് എടുക്കുന്നത്. അതിൽ 18% ലേലം വെച്ചാണ് കൊടുക്കുന്നത്. GST നിയമമാണത്. പക്ഷേ GST നമ്പർ ഇല്ല, സെൻട്രൽ GST എത്രന്നില്ല, സ്റ്റേറ്റ് GST എത്ര. ഇത് വർക്കല നമ്മുടെ രസീതാണോ? അത് ഇപ്പൊ തന്നെ പരിശോധിക്കാം. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ അന്വേഷണത്തിന് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് K. ജയകുമാർ നിർദ്ദേശം നൽകി. വിശദമായ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും അറിയിച്ചു. ഈ ലൈസൻസികളിൽ നിന്ന് GST വേണമോ എന്നുള്ളത് ഇപ്പൊ തന്നെ നിങ്ങൾ ഈ മനുവിനോട് വിളിച്ചു ചോദിക്കണം കേട്ടോ. ഇവിടുത്തെ അക്കൗണ്ട്സ് ഓഫീസറോട് ഇപ്പൊ തന്നെ വിളിച്ച് ചോദിക്കണം. 10,000 രൂപയ്ക്ക് താഴെയാണ് ലൈസൻസ് ഫീ എങ്കിൽ GST വേണമോ? 3 അങ്ങനെ GST വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ GST നമ്പർ ഉൾപ്പെടെ എഴുതിയിട്ടുള്ള രസീതല്ലേ കൊടുക്കേണ്ടത്. ഇതിപ്പോ തന്നെ റെക്ടിഫൈ ചെയ്യണം. കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം തിരിച്ചു വാങ്ങിച്ച് വേറെ കറക്റ്റ് രസീത് കൊടുക്കണം. അതല്ല നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നിയമപരമല്ല എങ്കിൽ ഈ വാങ്ങിച്ചത് എല്ലാവർക്കും ആ പൈസ എത്രയാണോ വാങ്ങിച്ചത് 6000 രൂപ വെച്ചിട്ട് ബാക്കി പൈസ തിരിച്ചു കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ വലിയ വിമർശനം വന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ല, നിങ്ങൾക്ക് നിയമപ്രകാരം വാങ്ങിക്കാൻ അർഹതയുണ്ടെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് GST നമ്പർ ഉൾപ്പെടെയുള്ള രസീത് കൊടുക്കണം. അസിസ്റ്റന്റ് കമ്മീഷണറുടെ അന്വേഷണത്തിൽ വർക്കല ദേവസ്വം ബോർഡ് പണം കൈപ്പറ്റിയത് GST ചട്ടങ്ങൾ പാലിക്കാതെയാണെന്ന് കണ്ടെത്തി. ഇതിനു പിന്നാലെ പുരോഹിതർക്ക് പണം തിരികെ നൽകാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. 10,000 രൂപയ്ക്ക് മുകളിൽ കുത്തക വ്യവസ്ഥയിൽ ബലിത്തറ ലേലം ചെയ്യുന്നതിനാണ് GST ഈടാക്കണമെന്ന വ്യവസ്ഥ ദേവസ്വം ബോർഡ് ഉൾപ്പെടുത്തിയത്. ഇതിന്റെ മറവിൽ വർക്കല ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ഉപദേശക സമിതി അംഗങ്ങളും ചേർന്ന് പുരോഹിതന്മാരിൽ നിന്നും 18% GST ഇനത്തിൽ തീവട്ടിക്കൊള്ള നടത്തുകയായിരുന്നു. ഇത് ജനം TV വാർത്തയാക്കുകയായിരുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.